ഭീകരതയ്ക്കെതിരെ നടപടി ഘടിപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന 23 പേരെ UAPA നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം ഭീകരന്മാരായി പ്രഖ്യാപിച്ചു. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇലിയാസ് കശ്മീരി ഉൾപ്പെടെയുള്ളവരെയാണ് ഇന്ത്യ ഭീകരന്മാരായി പ്രഖ്യാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും അതിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 23 പേരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരും ലഷ്കർ-ഇ-തൊയ്ബ ഭീകരൻ ഹാഫിസ് സെയ്ദിന്റെ അടുത്ത അനുയായികളുമാണ് പട്ടികയിലുള്ളത്. UAPA നിയമപ്രകാരം ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കാനാകും. നേരത്തെ സംഘടനകളെ മാത്രമായിരുന്നു ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് വ്യക്തികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. ഇതുവരെ 80 പേരെ ഇന്ത്യ ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരായ മസൂദ് ഇലിയാസ് കശ്മീരി, മുഫ്തി മുഹമ്മദ് അസ്ഗർ, ഹാഫിസ് അബ്ദുൾ ഷക്കൂർ, ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരായ ഫിർദോസ് അഹമ്മദ് ഭട്ട്, റാഷിദ് ഗനായ് തുടങ്ങി 23 പേരെയാണ് ഇന്ത്യ പുതുതായി ഭീകരരായി പ്രഖ്യാപിച്ചത്. ഭീകരവാദ റിക്രൂട്ട്മെന്റ്, ആയുധ പരിശീലനം, നുഴഞ്ഞുകയറ്റം, ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന എന്നിവയിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.